മോളെ മോളെ ദേ വരുന്നു അമ്മേ. മോളെ അയ്യോ അമ്മേ, അമ്മേ പേടിക്കണ്ട അമ്മേ, ഞാനുണ്ട് അമ്മേ. അമ്മേ, അമ്മയ്ക്ക് ഒന്നുമില്ല കേട്ടോ, ഒന്നുമില്ല അമ്മേ. അമ്മേ, ഞാനിപ്പോ വരാട്ടോ. അമ്മേ, അമ്മേ മരുന്ന്, ഇതാ വെള്ളം. നീയും കൂടെ ഇല്ലായിരുന്നെങ്കിൽ എൻ്റെ കാര്യത്തിനൊരു തീരുമാനമായേനെ. അമ്മയ്ക്കിപ്പോൾ ഒരു കുഴപ്പമില്ല, നല്ല മാറ്റമുണ്ട് കേട്ടോ. നീ പിന്നെ അങ്ങനല്ലേ പറയൂ. മോളെ ഭയങ്കര തണുക്കുന്നു, നീ AC ഒന്ന് ഓഫ് ചെയ്തേ. ശരി അമ്മേ. ആരാ മോളെ? ഗ്യാസുകാരനാ അമ്മേ. സുധാകരൻ പിന്നെ വിളിച്ചോ? ആ വിളിച്ചിരുന്നു. അവൻ എന്നാ വരുന്നേ? ഉടനെ വരവ് നടക്കില്ല അമ്മേ, ചേട്ടന് ലീവ് കിട്ടാൻ ഭയങ്കര പാടാണത്രേ. ഞാൻ എടുത്തു വരാം അമ്മേ. ഹലോ, ശാരദയോ? എന്താടി സീരിയലോ? ഞാനിപ്പോൾ സീരിയലൊന്നും കാണാറില്ല. എൻ്റെ കാര്യം തന്നെ ഇപ്പോൾ ഒരു സീരിയലല്ലേ. മഴനിലാവിലെ സുലോചനയെ പോലെയാ ഞാനിപ്പോൾ. ശരി, ആ അവളിവിടെ ഉണ്ട്. ഓ, അവൻ ഇപ്പോഴൊന്നും വരാൻ പറ്റത്തില്ലെന്നേ. ആ ശരി എന്നാ, ഓക്കെ. ആരാ അമ്മ വിളിച്ചേ? കൂടെ പഠിച്ചവളാ. കൂടെ പഠിച്ചവല്ല അവൾ മാത്രമേ ഉള്ളൂ വല്ലപ്പോഴൊന്ന് വിളിക്കുന്നത്. നമുക്കൊന്ന് കുളിച്ചാലോ? അത് വേണോ മോളെ? ഇന്നലെയല്ലേ കുളിച്ചത്, ഇനി നാളെ കുളിക്കാം. അമ്മച്ചി നല്ല മടിച്ചു പാറുന്നാ വിളിക്കണ്ടേ. ഒന്ന് ഫ്രഷ് ആയാൽ തന്നെ പകുതി സുഖേട് മാറി കിട്ടും. വരൂ അമ്മേ, വരൂ അമ്മേ, വാ. നീ എല്ലാം കൂടെ ഒറ്റ കുളി കുളിച്ചാൽ പോരേ മോളെ? ഈ അമ്മയ്ക്ക് എപ്പോഴും മരിക്കുന്ന കാര്യം മാത്രമേ പറയാനുള്ളൂ. കുളി കഴിഞ്ഞ് കഞ്ഞി കുടിക്കണം, ആഹാരത്തിന് ശേഷമുള്ള മരുന്ന് കഴിക്കണം. വന്നേ, വരൂ അമ്മേ. ഈ മരുന്നെല്ലാം കൂടി കഴിച്ചാൽ തന്നെ വയറു നിറയും. പിന്നെ പ്രത്യേകിച്ച് എന്തിനാ ആഹാരം? എന്ത് കഴിച്ചിട്ടെന്താ, മനസ്സിൻ്റെ നീറ്റിൽ മാറണ്ടേ? മോളെ നോക്കിയേ, ആ ചെടി വീണ് കിടക്കുന്ന കണ്ടോ? ഒന്ന് നേരെ വെക്കടി, അതെങ്കിലും കുറേ കാലം കൂടി ജീവിച്ചോട്ടെ.
ഈ വയസ്സ് കാലത്തൊരു സപ്പോർട്ടുള്ളത് എത്ര ആശ്വാസമാണെന്നറിയോ. ഇന്നത്തെ കാലത്തങ്ങ് ഇട്ടേച്ച് പോവല്ലേ. കറിവേപ്പില പോലെയാ, ഉപയോഗം കഴിഞ്ഞാൽ അങ്ങ് വലിച്ചെറിയും. ഞാൻ ഭാഗ്യം ചെയ്തോളാം, നീ ഇല്ലേ എനിക്ക്. നല്ല കാറ്റല്ലേ നീ, എനിക്ക് കാറ്റ് പോലെയാ. കാറ്റ് പോയാൽ പിന്നെ കഴിഞ്ഞില്ലേ എല്ലാം. ഹലോ, ആ പറയൂ സിസ്റ്റർ. ആ ആ ആ ഓക്കെ. ആ ഞാൻ പാക്ക് ചെയ്തുകൊണ്ടിരിക്കുക സിസ്റ്റർ. ആ 5 മണിയാകുമ്പോഴേക്ക് റെഡി ആയിക്കോളാം. ഓക്കെ സിസ്റ്റർ, ഓക്കെ. ഇതാമ്മേ, ഇത് കുടിക്കൂ. നീ അതവിടെ വെച്ചിട്ട് ലാപ്ടോപ്പ് ഇങ്ങെടുത്തേ. ഇനി 5 മിനിറ്റ് വൈകി അതിനാകും പ്രസംഗം. ഇതാമ്മേ, അമ്മേ ഞാനിന്ന് പോവും. എവിടേക്ക്? നീ അങ്ങോട്ടും പോകുന്നില്ല? അതല്ല അമ്മേ, പോയല്ലേ പറ്റൂ. 5 മണിക്ക് വണ്ടി വരും. വിളിച്ചു പറഞ്ഞേക്ക് വരുന്നില്ലെന്ന്. നാളെ മുതൽ എനിക്ക് വേറെ സ്ഥലത്താണമ്മേ ജോലി. ഇനിയുണ്ടല്ലോ സമയം, ഞാൻ ഇനിയും വരും. അതുവരെ ഞാൻ ജീവിച്ചിരുന്നിട്ട് വേണ്ടേ? അമ്മ എന്താ അമ്മ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നേ? നീ എന്തിനാടി എന്നെ ഇങ്ങനെ സ്നേഹിച്ചത്? 3 മാസം പോയി അറിഞ്ഞില്ല. നീ എന്നെ ഇട്ടച്ച് പോകരുത്. അമ്മേ, പോകുവോ നീ? ഇത് കഴിക്കമ്മേ. മമ്മി സുഖല്ലേ മമ്മി? ചേട്ടന് കാലിഫോർണിയക്ക് ട്രാൻസ്ഫർ ആയി മമ്മി. ഞങ്ങൾ ഡോക്ടറിനെ വിളിച്ചിരുന്നു. മമ്മിക്ക് ഒരു കുഴപ്പമില്ല. കൃത്യമായിട്ട് മരുന്നും ഭക്ഷണം കഴിക്കാനാ പറഞ്ഞിരിക്കുന്നത്. പിന്നെ കുറച്ചൊക്കെ ഒന്ന് ആക്റ്റീവ് ആവാനും പറഞ്ഞിട്ടുണ്ട്. മമ്മി പുറത്തൊക്കെ ഒന്ന് നടക്കും മമ്മി. മരുന്നും ഭക്ഷണമൊക്കെ കൃത്യമായിട്ട് അവൾ തരുന്നില്ലേ? ഇപ്പം ഉള്ളവൾ ഇന്നങ്ങ് പോവും, നാളെ വേറെ ആൾ വരും. പിന്നെ കഴുത്തി കിടക്കുന്ന മാല സൂക്ഷിച്ചോണം, 5 പവൻ്റെയാ. ഇവളുമാരെയൊന്നും വിശ്വസിക്കാൻ കൊള്ളില്ലേ മമ്മി. ഞാൻ ഇത്തിരി ബിസിയാ, ഇനി ഒരാഴ്ചത്തേക്ക് വിളിക്കാൻ സമയം കിട്ടുമെന്ന് തോന്നില്ല. ഡാഡിയുടെ ആനിവേഴ്സറിക്ക് വരാൻ പറ്റുമോ നോക്കാം മമ്മി. ആ അപ്പം ശരി മമ്മി, ഓക്കെ ബായ്. ആ പിന്നെ മമ്മി കമ്പ്യൂട്ടർ ഓഫ് ചെയ്യാൻ മറക്കണ്ട, വെറുതെ ഇൻ്റർനെറ്റ് ബില്ല് കൂട്ടണ്ട മമ്മി. ഓക്കെ മമ്മി, ബായ്. അമ്മേ, അപ്പം ഞാൻ പറഞ്ഞതുപോലെ എല്ലാം കൃത്യമായി ചെയ്യണേ. മരുന്നെടുക്കാൻ മറക്കല്ലേ. വീൽ ചെയർ ഒഴിവാക്കി നടക്കാൻ ശ്രമിക്കണം. എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ എന്നെ ഹോസ്പിറ്റലിലെ നമ്പറിലേക്ക് വിളിച്ചാൽ മതിയേ. എന്നാ ഞാൻ പോട്ടെ അമ്മേ. എന്താ അമ്മേ ഇത്? ഇത് അമ്മയുടെ കഴുത്തിൽ കിടക്കുന്നത് തന്നെയാ ഭംഗി.
ഞാൻ പോട്ടെ അമ്മേ.